കഴിച്ചത്. എന്റെ കയ്യിൽ ഇനി അത് കണ്ടില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. ദേവമ്മ സാരി മറിച്ചിട്ട് കൈകൾ മൂടിയിരിക്കുന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലായി. ഇന്ന് കുഞ്ഞമ്മായി വിളമ്പണ്ട, ഞാൻ വിളമ്പാം. അതിന്റെ പുണ്യം എനിക്ക് കിട്ടട്ടെ. അല്ല മോനെ, നിന്റെ ഭാര്യ എന്തേ മൈഥിലി? അവൾക്കൊരു വോമിറ്റിംഗ് ടെൻഡൻസി. പിന്നെ കഴിച്ചോളും. നിന്റെ പിള്ളേരെവിടെ? അവരൊക്കെ ഇപ്പൊ കഴിച്ചിട്ട് പോയി. നീ എന്താ മിണ്ടാതെ തൊടാതെ മാറി നിൽക്കുന്നത്? വാ, കഴിക്കുന്നില്ലേ? എല്ലാവരും കഴിച്ചിട്ടാണല്ലോ ഞാൻ സാധാരണ കഴിക്കാറുള്ളത്. അതുപോലെ ഇന്നും കഴിച്ചോളാം. ഓ, ത്യാഗദേവത, ഭൂമിയിലെ മാലാഖ. എന്താടി പറഞ്ഞത്? അല്ല, പണ്ട് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് ഞാൻ കളിച്ച നാടകത്തിന്റെ പേര് പറഞ്ഞതാണേ. ഓ, അതിവിടെ പറയേണ്ട കാര്യം എന്താ? നിനക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? എല്ലാരും ഇരുന്ന് കഴിക്കുന്ന കണ്ടില്ലേ? നീ ഇവിടെ വന്നിരിക്കുന്ന എന്തിനീ? വേണ്ടമ്മ. നീ എന്താ പതിവില്ലാതെ സാരി പതിച്ചിരിക്കുന്നത്? ഒന്നുമില്ലമ്മ. അടുക്കളയില് കുറച്ച് ജോലി കൂടി ബാക്കിയുണ്ട്. മോനെ കാർത്തി, ഇത്തിരി സാമ്പാറും കുഴിച്ചു. ആ ചീനമുളകിന്റെ കാര്യത്തില് ഒരു തീരുമാനം ഉണ്ടാക്കണം. ചീനമുളകോ? അതാര്? ഔട്ട് ഹൗസിൽ താമസിക്കുന്ന ആ പെണ്ണില്ലേ, മീനാക്ഷി, അവള് തന്നെ. ശരിയാ, മുടിഞ്ഞ തലവേദന അവള്. അവളെ ഇവിടെ താമസിപ്പിക്കാൻ പാടില്ലെന്ന് അച്ഛൻ തന്നെയല്ലേ പറഞ്ഞത്? പിന്നെന്താ അവളെ ഇവിടുന്ന് മാറ്റാത്തെ? അവളെ പെട്ടെന്നൊന്നും അങ്ങനെ മാറ്റാൻ പറ്റില്ല. പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയാ അവള്. ഓ, നിയമപരമായി ഇപ്പൊ അവളുടെ കസ്റ്റോഡിയൻ ദേവമ്മയാണ്. ഇവിടെ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ച നമ്മളെല്ലാവരും അതിന് കോടതിയിൽ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് തൽക്കാലം അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പാടില്ല. അങ്ങനെ അവള് പോയാല് അത് ആപത്താ. ദേവമ്മ എവിടെയാണോ താമസിക്കുന്നത് അവിടെ താമസിക്കാനുള്ള നിയമപരമായ അവകാശം മീനാക്ഷിക്കുണ്ട്. അവളൊരു പുലിവാലായല്ലോ ദൈവമേ. ഇതിലും ഭേദം നിന്റെ ദേവമ്മയ്ക്ക് ഒരു മിസൈൽ വെച്ച് ഈ വീടങ്ങ് തകർക്കായിരുന്നു. ഒരു കാറ് വന്നല്ലോ. ആരാ നോക്കി? ഞാൻ നോക്കിട്ട് വരാച്ചാ. സേട്ടോ? ആര്? അതാ സ്വർണ്ണക്കച്ചവടക്കാരൻ സേട്ടുവാ. സ്വർണ്ണാഭരണങ്ങളുടെ പേരിലായിരുന്നല്ലോ എല്ലാവർക്കും പരാതി. അതുകൊണ്ട് ഞാൻ ആ സേട്ടുവിനോട് കുറെ സ്വർണം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ ഈ പഴയ സ്വർണം വാങ്ങി മറിച്ച് വിൽക്കുന്ന ആളാണല്ലോ. എല്ലാരും പെട്ടെന്ന് ആഹാരം കഴിച്ചിട്ട് വന്നാ നമുക്ക് നോക്കാം. പൊന്നെന്ന് കേട്ടാലേ ഞാൻ കരിമ്പം കാട് കണ്ട കാട്ടാനിയെ പോലെയാണ്. ചോറ് പിന്നെയാണെങ്കിലും കഴിക്കാം. നമസ്തേ. നമസ്കാരം അമ്മേ. നമസ്കാരം. കുറെ നാളായല്ലോ സേട്ടുവിനെ കണ്ടിട്ട്. ഇപ്പൊ കടയില്ലല്ലോ അമ്മേ. ചെറിയതാണെങ്കിലും അതൊരു ജുവല്ലറി തന്നെയാ. പഴയ സ്വർണ്ണാഭരണങ്ങൾ അവിടെ കൊണ്ടുതരും. എവിടെ നോക്കട്ടെ.
ഈശ്വര, ഇത് ഞാൻ മീനാക്ഷിക്ക് കൊടുത്ത വളകളാണല്ലോ. ഇത് കൊള്ളാം. സാവിത്രി, അതീ തന്നേ. ആ, തന്നു. ഇത് നന്ദിനിക്ക് ഞാൻ കൊടുത്ത അതേ വളകളാണല്ലോ. ആ നന്ദിനി, ഈ വളകൾ നിന്റെ തന്നെയാ, സംശയമില്ല. എന്തിനാ നീ ഇത് വിറ്റത്? ഈ വളകൾ എനിക്ക് വിറ്റത് ഈ മേഡമല്ലേ? ഞാനിത് വാങ്ങിയത് വേറൊരു പെൺകുട്ടിയിൽ നിന്നാ. ദേ, ഈ പെൺകുട്ടിയാ എനിക്ക് വളകൾ തന്നത്. ദൈവമേ, എന്തൊക്കെ രഹസ്യ കച്ചവടം ഇവിടെ നടക്കുന്നത്. അവസാനം ഈ ചെമ്പകമംഗലം അടിപടല എല്ലാം കൂടെ വിഴുങ്ങോ? എടി പൊടി എന്നൊക്കെ വിളിക്കാൻ ഞാൻ നിങ്ങളുടെ അടിമയൊന്നും അല്ല. എനിക്കൊരു പേരുണ്ട്, മീനാക്ഷി. അത് വിളിക്കാൻ ഇത്രയും വലിയ എനർജി ഒന്നും വേണ്ട. എടി ഭയങ്കരി, നീ ആള് കൊള്ളാലോ. ഈ വളകൾ സേട്ടുവിന് വിറ്റത് നീയാണെന്ന് സേട്ടു പറഞ്ഞു. നേരാണോ? അതെ. എങ്കിൽ സത്യം പറ, നിനക്ക് ഈ വളകൾ എവിടുന്ന് കിട്ടി? നീ ഞങ്ങളുടെ വീട്ടിനകത്ത് കയറി മോഷ്ടിച്ചോ? ഞാൻ ആരുടെ ഒന്നും മോഷ്ടിക്കാറില്ല. എനിക്ക് വളകള് ഇവൾക്ക് ഈ വളകൾ കൊടുത്തത് ഞാനാണ്. പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ വിട്ടോളാന്ന് ഞാൻ പറഞ്ഞു. അപ്പോ ഇവളും തമ്മിൽ എന്തോ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടമ്മേ. ആ, ഇങ്ങനെ പോയാൽ ഇവക്ക് കാശിന് ആവശ്യമുണ്ടെങ്കിൽ നീ നിന്റെ കയ്യിലുള്ളതെല്ലാം വിൽക്കുമല്ലോ. മാലകളും വളകളും ഒന്നും എനിക്ക് വേണ്ടമ്മേ. പാഴായ ഈ ജന്മത്തിന് ഇനി ആഭരണങ്ങൾ എന്തിനാ? ഇതിത്തിരി കൂടി പോകുന്നുണ്ട് നന്ദിനി. സഹിക്കാൻ വയ്യാഞ്ഞിട്ട് പറഞ്ഞു പോകുന്നതാ. വന്ന് എവിടുന്നോ വന്നൊരു പെണ്ണിന് വേണ്ടി നീ എന്തും ചെയ്യുമെന്നൊരവസ്ഥ ഇവിടെ വന്നിരിക്കുന്നു. ക്ഷമിക്കും തോറും നീ അതൊരു അവസരമായിട്ട് മുതലെടുക്കുക. എന്നെ വരെ നീ പറഞ്ഞു പറ്റിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി അത് അനുവദിച്ചു തരില്ല, തീർച്ച. ഞാൻ കാരണം ആ സ്ത്രീ ഒത്തിരി വഴക്ക് കേട്ടു. എനിക്ക് അവരോട് വൈരാഗ്യമുള്ളതുകൊണ്ടാണ് ഞാൻ അവരെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇത്രയേറെ വേദനിപ്പിച്ചിട്ടും ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടും അവരെന്തിനാ എന്നെ ഇങ്ങനെ സംരക്ഷിക്കുന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഇതെന്ത് പറ്റി? പൂജാ സാധനങ്ങൾ ചിതറിക്കിടക്കുന്നല്ലോ. ചിതാഭസ്മം സൂക്ഷിച്ചിരുന്ന കുടവും കാണുന്നില്ല. ഇത് ആരെടുത്തോണ്ട് പോയി?
നീ എന്താ അന്തം വിട്ട് നിൽക്കുന്നത്? എന്താ നിന്റെ നാവ് ആരെങ്കിലും പിഴുതെടുത്തോ? കയ്യിലിരിപ്പ് അതാണല്ലോ, അതുകൊണ്ട് ചോദിച്ചത്. എന്റെ അമ്മയുടെ ചിതാഭസ്മം അല്ലേ? അതെടുത്ത് മാറ്റിയത് ഞാനാ. എന്നുവെച്ച് ഞാനത് ഓടയിൽ ഒഴുക്കിയിട്ടൊന്നുമില്ല. അത് തിരികെ തരണമെങ്കിൽ ഒരു കാര്യം നീ ചെയ്യേണ്ടി വരും. ദേവമ്മയെ ഭീഷണിപ്പെടുത്തി നീ ആ വളകൾ ഊരി വാങ്ങിയ കാര്യം എല്ലാവരുടെയും മുന്നിൽ സത്യസന്ധമായി പറഞ്ഞില്ലെങ്കിൽ ആ ചിതാഭസ്മം നിനക്ക് ഞാൻ തരില്ല. അത് ഞാൻ സത്യം പറയാൻ തുടങ്ങിയതാ. അപ്പോ ആ സ്ത്രീ സ്വയം കുറ്റം ഏറ്റെടുത്തതാ. എന്തിനാ ദേവമ്മ ആ കുറ്റം ഏറ്റെടുത്തത്? നിന്നെ കുറ്റക്കാരിയാക്കാതിരിക്കാൻ വേണ്ടി. അതാണ് എന്റെ ദേവമ്മയുടെ മഹത്വം. നീ നിരന്തരം വേദനിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്ന ദേവമ്മ ഞാൻ വിളിക്കുന്നത് പോലെ ദേവത തന്നെയാണ്. നീ കെടുത്താൻ നോക്കുന്നത് ഒരു വിളക്കിനെയാണ്. വിളക്ക് കെട്ടുപോയ പിന്നെ ഇരുട്ടാണ്. അതുകൊണ്ട് നടന്നത് എന്താണെന്നുള്ള സത്യം നീ അവരെ അറിയിച്ചാൽ പുണ്യനദിയിലോ മറ്റോ നിമഞ്ജനം ചെയ്യാൻ വേണ്ടി കരുതി വച്ചിരിക്കുന്ന നിന്റെ അമ്മയുടെ ആ ചിതാഭസ്മം ഞാൻ തിരികെ തരാം. അല്ലെങ്കിൽ അത് ഞാൻ ഓടയിൽ ഒഴുക്കും. ദൈവമേ, ദൈവമ്മ പിന്നെ സങ്കടപ്പെടുകയാണോ? എല്ലാ പ്രശ്നങ്ങളും വീണ്ടും ദേവമ്മയിലേക്ക് തന്നെ വന്ന് ചേരുക. പലതും വരുത്തി കൂട്ടുന്നതുവാ. അമ്മ എന്തിനാ ഇങ്ങനെ നനയാതെ ഈറം ചുമക്കുന്നത്? ആ മീനാക്ഷിയല്ലേ ഇതിനൊക്കെ കാരണക്കാരി? കാരണക്കാരി അവളാണെന്ന് പറഞ്ഞ് നമുക്ക് അവളെ തള്ളിക്കളയാൻ പറ്റുമോ മോനെ? തള്ളിക്കളയാൻ ആര് പറഞ്ഞു? ദേവമ്മ മാത്രം ഈ ഭാരം ചുമക്കുന്നത് എന്തിനാണെന്ന് മാത്രമേ ഞാൻ അർത്ഥമാക്കിയുള്ളൂ. ഇനിയും എന്തിനാ അവളുടെ കാര്യം രഹസ്യമാക്കി വെക്കുന്നത്? മീനാക്ഷി ജയറാം അങ്കിളുടെ മകളാണെന്നുള്ള സത്യം എല്ലാരും അറിയട്ടെ. ദേവമ്മയ്ക്ക് മുത്തശ്ശനോടും മുത്തശ്ശിയോടൊക്കെ തുറന്നു പറഞ്ഞൂടെ? അത് പറയാനുള്ള സമയമായിട്ടില്ല മോനെ. അതിന് സമയം നോക്കുന്ന എന്തിനാ? അക്കാര്യം അറിഞ്ഞാൽ അച്ഛന്റെ അമ്മയുടെ നിലപാട് എന്തായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും അവൾക്ക് 18 വയസ്സ് കഴിയട്ടെ. അവൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ പരിക്കേൽക്കുന്നത് ദേവമ്മയ്ക്ക്. ദേവമ്മയേക്കാൾ ബന്ധമുള്ളവരാണല്ലോ അവൾക്കിവിടെ മറ്റുള്ളവര്. എന്തായാലും ഇപ്പൊ ആരും ഒന്നും അറിയണ്ട. അറിഞ്ഞാൽ ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടായാലോ? പൊട്ടിത്തെറിയോ? എന്ത് പൊട്ടിത്തെറിയുടെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? ചൂരൽ വടിവെട്ടി ആ മീനാക്ഷിക്കിട്ട് 2 പൊട്ടിക്കുന്ന കാര്യമാ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓ, അതാണോ? ആ മോനെ കാർത്തി, എന്താ മുത്തശ്ശി? എനിക്ക് ജയിലിൽ വരെ ഒന്ന് പോണം. നീ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യും. അല്ല, എന്തിനാ അമ്മ ഇപ്പൊ ജയിലിലേക്ക് പോകുന്ന? ആ മീനാക്ഷിയുടെ അച്ഛനെ എനിക്കൊന്ന് കാണണം. അച്ഛനെ കണ്ടാൽ അറിയാലോ മകൾ അത്തരക്കാരിയാണെന്ന്. അതൊന്നും വേണ്ട മുത്തശ്ശി. ക്രിമിനൽസ് കിടക്കുന്ന ജയിലിലേക്കൊന്നും മുത്തശ്ശി പോണ്ട. അതിനവിടെ കിടക്കുന്നവരെല്ലാം ക്രിമിനൽസുകളല്ല. എനിക്കൊന്ന് പോണം. നീ എത്രയും പെട്ടെന്ന് അക്കാര്യമൊക്കെ റെഡിയാക്കും.
ഞാനൊരു കാര്യം ചോദിച്ച എന്റെ ദൈവം എന്നോട് നുണ പറയരുത്. എന്റെ മോനോട് ദേവമ്മ നുണ പറയില്ല. ജയറാം അങ്കിൾ ദൈവമേ വിട്ടു പോകുമ്പോൾ ഞാനൊരു ചെറിയ കുട്ടിയായിരുന്നു. എന്തിനാ അങ്കിള് ദൈവമേ വിട്ടു പോയെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാനിതുവരെ ദേവമ്മയോട് ചോദിക്കാത്ത കാര്യമാണ്. മാധുരി ആന്റിയോട് അങ്കിളിന് അത്രയ്ക്ക് സ്നേഹമുണ്ടായിരുന്നോ? ദൈവമേക്കാൾ പ്രിയപ്പെട്ടവളായിരുന്നു അങ്കിളിന് മാധുരി ആന്റി? ഒരിക്കലും അല്ലായിരുന്നു. പിന്നെ പിന്നെ എന്താ ദൈവമേ സംഭവിച്ചത്? എന്താ ദൈവമേ ഉത്തരം മുട്ടിയതുപോലെ എന്നിങ്ങനെ നോക്കുന്നത്? എന്താ അമ്മേ? ഉത്തരം മുട്ടിയതല്ല മോനെ. ഞാനതെങ്ങനെ പറയും? എന്റെ ദൈവമയ്ക്ക് വിഷമാവുന്ന ഒന്നും പറയണ്ട. പക്ഷെ എന്തിനും ഞാൻ അമ്മയുടെ കൂടെ ഉണ്ടാവും. എന്റെ വയറ്റിൽ ഒരു കുഞ്ഞ് ജനിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ സങ്കടങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ആ ഭാഗ്യം എനിക്കില്ലാതെ വന്നോണ്ടാ മാധുരി അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അതാരുടെ തെറ്റായിരുന്നു എന്ന് എനിക്കിപ്പോഴും പറയാൻ കഴിയുന്നില്ല. പക്ഷെ ഞാൻ കരുതിയത് പോലെ ഒരു നിഷ്കളങ്കയൊന്നും ആയിരുന്നില്ല മാധുരി. ക്ഷേത്രത്തിലേക്ക് പോകാൻ സമയമായിട്ടും ആരെയും കാണുന്നില്ലല്ലോ. പെണ്ണല്ലേ അച്ഛാ, ഒരുങ്ങി വരാൻ നേരമാകും. അല്ല, അച്ഛനൊന്നും വരുന്നില്ലേ? പിന്നെ ഞാൻ വരാതെ. ആ, ഈ പൂജയുടെ പേരെന്താ അച്ഛാ? സന്താനലബ്ധി പൂജ. ഓ, ജയറാമിനും നന്ദിനിക്കും കുട്ടികളില്ലാത്ത കാര്യം പറഞ്ഞപ്പോ ജ്യോതിഷരത്നം കാരക്കാട്ട് തിരുമേനി നിർദ്ദേശിച്ചതായി പൂജ. ഓ, ആ, സന്താന ഭാഗ്യ പൂജയെന്നും ഇതിനെ പറയും. ഓ, അതെ, കുറിച്ചു തന്ന സമയത്ത് തന്നെ പൂജ നടത്തണമെന്ന തിരുമേനിയുടെ കൽപ്പന. അത് കൃത്യസമയത്ത് തന്നെ നടത്തണം. ആ, ഇനി ദൈവം വിചാരിച്ചാലേ അക്കാര്യം നടക്കൂ. ആ, എടാ മോനെ കാർത്തികേ, എന്താ മുത്തശ്ശി? ഓടി വീഴല്ലേടാ. ഇല്ല, നീ ഇതുവരെ റെഡിയായില്ലേ? ദേ ഇപ്പൊ റെഡിയാവാ. ആ ചെല്ലേ. ദേവി, നീ ഇതുവരെ റെഡിയായില്ലേ? റെഡിയായി നിൽക്കുക ചേട്ടാ. ആ, പിന്നെന്താ നീ അയൺ ചെയ്തോണ്ടിരിക്കുന്നേ? ആ, ഇത് കാർത്തിമോന്റെ ഉടുപ്പാ. ആ, എന്നാ വേഗം അയൺ ചെയ്യേ. ദേ, എല്ലാവരും റെഡിയായിട്ട് താഴെ വന്നു കഴിഞ്ഞു. ആ, ഇനി നമ്മളായിട്ട് താമസിപ്പിക്കണ്ട. ഇപ്പൊ വരാം. ശരി. ആ, നന്ദിനി വരാറായില്ലേ സാവിത്രി? വന്നില്ലമ്മേ, അകത്ത് റെഡിയാവുക. ഓ, ആ, ഈ സന്താനലബ്ധി പൂജ കൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്നാ എന്റെ ഒരു അഭിപ്രായം. അതെന്താ? വെറുതെ പൂജയെന്നൊക്കെ പറഞ്ഞ് തിരുമേനിമാർക്കും കഴകക്കാർക്കൊക്കെ കാശ് കൊടുക്കാന്നല്ലാതെ ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ഇത്രയും കാലത്തിനിടയ്ക്ക് ഏതെല്ലാം ഡോക്ടർമാരെ കണ്ടു, എന്തെല്ലാം ചികിത്സകൾ ചെയ്തു, വല്ല പ്രയോജനം ഉണ്ടായോ? ദൈവം കനിയുമായിരുന്നെങ്കിലേ അത് നേരത്തെ കനിയുമായിരുന്നു. ദേ, ഇപ്പൊ നീ വിളിച്ചത് കറക്റ്റ്. അമ്മേ. നീ എന്നെ വിളിച്ചതുപോലെ അവളെ അമ്മയെന്ന് വിളിക്കാനൊരു കുഞ്ഞ് അടുത്ത വർഷം ഈ വീട്ടിലുണ്ടാവും. കുട്ടികൾ ഉണ്ടാവുന്നതേ ദൈവത്തിന്റെ സമ്മാനമാണ്. സമയമാവുമ്പോ അവക്കും ജനിക്കും ഒരു കുഞ്ഞ്. മനസ്സിലായോടി? അത് മനസ്സിലായി. ആ, പക്ഷേ അടിക്കടി എന്നെ ഇങ്ങനെ അടിക്കുന്നത് എന്തിനാന്ന് മനസ്സിലായില്ല. ആ, അത് അനവസരത്തിൽ ആവശ്യമില്ലാത്ത അഭിപ്രായം പറയുന്നതിനുള്ള ശിക്ഷ. പോവാമ്മേ. ആ, പോ മോളെ, വാ. വാ.
മോർണിംഗ് എവ്രിവൺ.